വലിയ പ്രതിസന്ധികൾ വരുമ്പോഴാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നത്. ഡിപ്രഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്നു, നിരാശപ്പെട്ടു പോകും, തളർന്നു പോകും, മനസ്സ് ഇടിഞ്ഞു പോകും, മനസ്സ് തളർന്നു പോകും. എന്നാൽ അവിടെ നമുക്ക് പ്രത്യാശിക്കാൻ, നമുക്ക് നോക്കാൻ ഒരിടം. ഹല്ലേലൂയ. അന്നേരം പ്രതിസന്ധിയിലേക്കല്ല നോക്കേണ്ടത്, നിന്നെ വിടുവിക്കുന്ന ദൈവത്തിലേക്കുമാണ്. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവം ഉണ്ടെന്നും ഇന്നത്തെ നിന്റെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവം ഉണ്ടെന്നും, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. അപ്പം എന്നും നിന്നയല്ല, എന്നും പരിഹാസമല്ല, എന്നും കഷ്ടതയല്ല, എന്നും രോഗമല്ല. ഇന്ന് പകലിൽ അങ്ങനെ എന്നും എനിക്കെന്താ രോഗം, എന്നും എനിക്കെന്താ പ്രതിസന്ധി എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. എന്നും കഷ്ടതയല്ല, എന്നും വെല്ലുവിളിയല്ല, എന്നും ശത്രുക്കളല്ല. ആമേൻ, ആമേൻ. ദാവീദിനെ കുറിച്ച് പറയുന്നു, അവൻ്റെ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി അവന് സ്വസ്ഥത കൊടുത്തു. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുക, ഇന്ന് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിനക്കെതിരെ വാടകോരുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്നെ തകർക്കുന്ന, നിനക്കെതിരെ ഒളിയമ്പുകൾ അടുന്ന, നിനക്കെതിരെ ശവതിയിരുന്ന് പദ്ധതി ഒരുക്കുന്ന, ഗൂഢാലോചന ഉണ്ടാക്കുന്നതിനെ തകർക്കുമെന്ന് പോരാടി നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ മുഴുവൻ ആരടക്കി? യഹോവ അടക്കി. വിശ്വസിക്ക, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നത്, നിനക്ക് വേണ്ടി ഇടപെടാൻ പോകുന്നത്, നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നത് നീ അല്ല. ദൈവത്തിന് സ്തോത്രം. നീ പാടി സ്തോത്രം പറഞ്ഞാൽ മതി, നീ ദൈവത്തെ ആരാധിച്ചാൽ മതി, നീ ദൈവത്തിന് മഹത്വം കൊടുത്താൽ മതി. ആമേൻ. നിന്റെ കാര്യങ്ങൾ മുഴുവൻ, നിനക്ക് ചുറ്റുമുള്ള സകല പ്രതിയോഗികളെയും പ്രതിസന്ധികളെയും നിന്നെ വെല്ലുവിളിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ മുഴുവൻ അടക്കുന്ന ഒരു ദൈവമുണ്ട്. യെസ്, ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ചിലരോട് പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കുന്നു. ദൈവമേ, എനിക്കെതിരെ വാതോരാതെ എന്നെ കുറ്റപ്പെടുത്തുന്ന, എനിക്കെതിരെ സംസാരിക്കുന്ന ആ വ്യക്തി, ആമേൻ, ആ സംഭവം, ആ പ്രതികൂലം, അതിൻ്റെ മേൽ ദൈവമേ ഒരു ജയം തരണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അടക്കുന്ന ഒരു ദൈവം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുക. ഹല്ലേലൂയ. ആമേൻ. അത് രോഗമാണെങ്കിൽ, അത് പ്രതിസന്ധിയാണെങ്കിൽ, എന്നും കഷ്ടതയല്ല. ദൈവം നിനക്കൊരു ജയത്തിന്റെ ദിവസം വെച്ചിട്ടുണ്ട്, ഒരു സ്വസ്ഥതയുടെ ദിവസം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു സ്വസ്ഥത ദൈവം കരുതി വെച്ചിട്ടുണ്ട്.